ഇത് വാലിലാപ്പുഴ അമലോത്ഭവ ദേവാലയം. വിശ്വാസ തീഷ്ണഭാവങ്ങളുടെ പൂർത്തീകരണം. 2005 ജൂൺ മാസത്തിൽ ഈ ദേവാലയം പൂർത്തിയാവുമ്പോൾ ഒരു ജനതയുടെ വിശ്വാസ ഗോപുരത്തിന്റെ സായുജ്യ ദിനമായിരുന്നു. കാലഗതിവിഗതികളുടെ സഞ്ചാരപാതകളിൽ ഈ ദേവാലയവും ഇതിൻ്റെ വിശ്വാസവും ഈ നാടിൻ്റെ ഐശ്വര്യമായി. ഇത് വാലിലാപ്പുഴ, ഗ്രാമത്തിൻ്റെ പേരിന് ആധാരമായ പുഴ. അങ്ങ് മലമുകളിൽ ഉരുൾപൊട്ടി കുത്തൊഴുകിയ ആ മലവെള്ളപ്പാച്ചിലിൽ രൂപം കൊണ്ട പുഴ പിന്നീട് ഈ നാടിൻ്റെ കാർഷികാഭിവൃദ്ധിക്കും അതിലൂടെ നാടിൻ്റെ സാമ്പത്തിക സാംസ്കാരിക ഉന്നമനത്തിനും കാരണഭൂതയായ പുഴ ഇത് ഇന്ന് നിർജീവാവസ്ഥയിലാണ്. കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ടതിൻ്റെ ഗദ്ഗതവുമായി ഒരു ദുരന്ത പ്രതീകമായി ഇത് ഇന്ന് നിലകൊള്ളുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറി പാർത്തവർ അന്ന് കേട്ട് പുളകം കൊണ്ട പ്രകൃതിയുടെ സംഗീതം ഇന്നില്ല. പക്ഷേ ആത്മീയതയുടെ അനന്ത സാധ്യതയ്ക്കായി സംഗീതം പൊഴിക്കുന്ന ഒരു ജനതയും അവരെ നയിക്കാൻ പ്രാപ്തനായ ഒരു വൈദികനും ഇന്നിവിടെയുണ്ട്. കൂടാതെ പ്രത്യാശയുടെ ഒരാലയവും ഇന്നിവർക്കുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൗദ്രത പൂണ്ട് മുടി അഴിച്ചിട്ടാടി ഉന്മാദിയായ ഭൂമി വിറളി പോകുമ്പോൾ നിസ്സഹായതയുടെ തുരുത്തിൽ പകപ്പോടെ നോക്കി നിന്ന ആ ഒരു പഴയ കാലം തങ്ങളുടെ അധ്വാനത്തെയും ജീവനെയും പകുത്തെടുത്തുകൊണ്ട് കുലംകുത്തി ഒഴുകിപ്പോകുമ്പോൾ അലറിക്കരയുവാനേ ഈ കുടിയേറ്റ ജനതയ്ക്ക് കഴിഞ്ഞുള്ളൂ. എങ്കിലും ഇവർ അഭയം പ്രാപിച്ചു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും പരിതപിക്കാതെ ജോബിനെ പോലെ എല്ലാം ദൈവത്തിൽ അർപ്പിച്ചു. കാലം കടന്നുപോയി. വ്യതിയാനങ്ങളുടെ ദിനരാത്രങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. കാലത്തിൻ്റെ വശസിൽ നിന്നും അടർന്നു പോയവരുടെ ഓർമ്മകളിൽ അതിജീവനത്തിൻ്റെ പുതിയ മുഖം കണ്ട് കർത്താവിൻ്റെ കൂടാരത്തിന് കീഴെ അവർ കരുത്താർജിച്ചു. ഇന്നിവർ സമൃദ്ധിയിലാണ്. ആത്മീയമായും ഭൗതികമായും ഉയർന്നതിൻ്റെ, സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ ആഘോഷത്തിമിർപ്പിലാണ്. വാലില്ലാപ്പുഴ സെൻറ് മേരി സൺഡേ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഏകദേശം 175ഓളം കുട്ടികൾ ഞങ്ങളുടെ ഇടവകയിൽ വിശ്വാസ പരിശീലനം നടത്തുന്നുണ്ട്. കുട്ടികളിൽ ക്രിസ്തു രൂപപ്പെടുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ വിശ്വാസ പരിശീലനം നടത്തുന്നത്. വരും തലമുറകളിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിവുള്ളവരും സമൂഹത്തിൽ മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുമായ ഒരു പറ്റം മതാധ്യാപകരാണ് ഞങ്ങളുടെ ഇടവകയുടെ സമ്പത്ത്. പരിശുദ്ധ പിതാവ് ഈ വർഷം കരുണയുടെ വർഷം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടാകുന്ന രീതിയിലുള്ള കർമ്മ പരിപാടികളാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ കൂടെ ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ വർഷം താമരശ്ശേരി രൂപതയിലെ വിശ്രമ ജീവിതം നയിക്കുന്ന വൈദികർക്ക് വേണ്ടി ഈരൂട് നിർമ്മിക്കുന്ന വൈദിക മന്ദിരത്തിൻ്റെ നിർമ്മാണ ചെലവിലേക്കായി 25,000 രൂപ സൺഡേ സ്കൂൾ കുട്ടികൾ വികാരിയച്ഛനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഈ വർഷം സ്കോളർഷിപ്പ് പരീക്ഷ എഴുതിയ കുട്ടികളിൽ എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നേടാനായി എന്നുള്ളത് ഈ വർഷത്തെ പ്രത്യേകതയാണ്. തോട്ടുമുക്കം മേഖലയിൽ 9 സ്കോളർഷിപ്പുകൾ ഞങ്ങളുടെ സൺഡേ സ്കൂൾ നേടുകയും
അതുപോലെ താമരശ്ശേരി രൂപതയിൽ 3 രൂപതാ സ്കോളർഷിപ്പ് നേടിക്കൊണ്ട് ഈ ഇടവകയിലെ സൺഡേ സ്കൂൾ കുട്ടികൾ അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. അതുപോലെ ഏകദേശം ഒരു 10 വർഷത്തോളം നമ്മുടെ സൺഡേ സ്കൂള് താമരശ്ശേരി രൂപതയിലെ മികച്ച സൺഡേ സ്കൂളിനുള്ള അംഗീകാരമായ A+ ഗ്രേഡ് നിലനിർത്തി പോരുന്നുണ്ട്. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകതയാണ് അധ്യാപകർക്ക് റെഫറൻസിന് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളും അതുപോലെ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളടങ്ങുന്ന ധാരാളം പുസ്തകങ്ങളും ഏകദേശം 400ഓളം പുസ്തകങ്ങളടങ്ങുന്ന ഒരു ലൈബ്രറി സൺഡേ സ്കൂളിന് മാത്രമായിട്ട് ഈ ഇടവകയിലുണ്ട്. അതുപോലെ തോട്ടുമുക്കം മേഖലയിലെ ഏറ്റവും മികച്ച സൺഡേ സ്കൂളിനുള്ള അവാർഡ് പല പ്രാവശ്യവും നമ്മുടെ വാലാപ്പുഴ സൺഡേ സ്കൂൾ നേടിക്കഴിഞ്ഞു. എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത, നമ്മുടെ ഇടവകയിൽ നിന്ന് ഈ വർഷം 7ാം ക്ലാസ്സിൽ രൂപതാ സ്കോളർഷിപ്പ് മേടിച്ചതോടുകൂടി തന്നെ സ്നേഹ ഷാജി കണ്ടത്തിലെന്ന കുട്ടി സീറോ മലബാർ സഭ പ്രതിഭാ സംഗമത്തിൽ എറണാകുളത്ത് വെച്ച് പങ്കെടുക്കുകയും നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ജിബിൻ പാലക്കിൽ സീറോ മലബാർ സഭ പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള രൂപതാ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുകയും ചെയ്തു. സദ്ഗമയ ജ്യോതിർഗമയ അമൃതം ഗമയ സർവചരാചര ചൈതന്യമേ നാദതാളസ്വരലയമായി നമിപ്പൂ ഞങ്ങൾ. ജോർദാൻ നദീ തീരമേ തിരപാടും യൂദായിൻ കുളിർ തീരമേ ജോർദാൻ നദീ തീരമേ തിരപാടും യൂദായിൻ കുളിർ തീരമേ കരിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി കരിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി ഒഴുകിവരും തഴുകിവരും ഒഴുകിവരും തഴുകിവരും അഴകൊഴുകും തിരപുണരും പുണ്യ ജോർദാൻ നദീ തീരമേ യൂദായിൻ കുളിർ തീരമേ. തീരത്തായി വന്നൊരു താപസൻ തേജസ്വരൂപിയായി പാപമാർഗങ്ങളിൽ മേയും ജനത്തിനായി മോക്ഷമാർഗങ്ങൾ തുറക്കാൻ ആ ജനമധ്യേ വിരൽ ചൂണ്ടി നിന്നയാൾ യേശുവിൻ വഴിയൊരുക്കി. സ്നാപക യോഹന്നാൻ ആറടിപ്പൊക്കമാണാജാനുബാഹുവാണാരെയും കൂസാത്ത ഭാവം ഒട്ടകത്തോലിനാലൊട്ടാകെ ചുറ്റിയൊരുത്തയാൻ പോലവൻ ചൊല്ലി
കയറ്റു വീഴും. ദൈവകോപം നിശ്ചയം, കർമ്മപാപം ശിക്ഷകം, മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം. മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം. ഹേറോദിയാസിൻ കൊട്ടാരം, ധർമ്മം മരിച്ചൊരു കൊട്ടാരം. ഗർവിഷ്ഠകാരൻ ഹേറോദെ സ്വന്തം സോദര ഭാര്യയെ സ്വന്തമാക്കി. ഹേറോദ്യ കൊട്ടാര റാണിയായി. സ്നാപകൻ ശാസിച്ചു, ഹേറോദ്യ കലികൊണ്ടു. യോഹന്നാൻ രാജാവിൻ തടവിലായി. നൃത്തമൊത്തിരി ഇഷ്ടമാകവെ ഹെറോദേസിന് ആശയായി ഇഷ്ടമുള്ളത് നൽകിടാൻ. യോഹന്നാന്റെ തലമതി. സ്നാപകൻ തൻ ചിരസിതാ താലമുള്ളിൽ ധീരമായി മണ്ണിലെന്നും നിൽപ്പിതാ നിർഭയത്തിൻ സാക്ഷ്യമായി. ദൈവസ്നേഹം നിശ്ചയം, കർമ്മപാപം ശിക്ഷകം, മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം. മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം. മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം. ആയിരത്തി 1989 മാതൃവേദി വാലില്ലാപ്പുഴയിൽ രൂപീകരിച്ചത്. ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായിട്ടും കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾ അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ഡ്രസ്സും കാര്യങ്ങളും അത് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ വെച്ചുണ്ടാക്കിയ മധുരപലഹാരങ്ങൾ ഞങ്ങൾ അവർക്ക് വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഇടവകയിലെ നിർധനരായ രോഗികളെ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. വൃദ്ധരായവരെയും അങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങൾ ശുശ്രൂഷിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവരുടെ കൂടെ ചെലവഴിക്കുകയും അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ മാതൃവേദിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് ഞങ്ങൾ സ്വയം രൂപീകരിക്കുകയും ആണ് ചെയ്യാറ്.
ഞങ്ങളുടെ ഇടവകയിലെ നല്ലവരായ ജനങ്ങളിൽ നിന്നും ആൾക്കാർ നല്ല രീതിയിൽ ഞങ്ങൾക്ക് അതിന് പ്രോത്സാഹനം തരാറുണ്ട്. ഞങ്ങളുടെ പ്രവൃത്തികൾ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവർ ഞങ്ങളെ വീണ്ടും സഹായിക്കാറുണ്ട്. ഇപ്പോൾ എന്താവശ്യങ്ങൾ പറഞ്ഞാലും ഞങ്ങളെ അവർ നല്ല രീതിയിലാണ് സഹായിക്കുന്നത്. ഇത് ഞങ്ങളുടെ മാതൃവേദിയുടെ പ്രസിഡന്റ് ഡോളി മാത്യു പൊന്നാറ്റിൽ. ഇത് ഞങ്ങളുടെ മാതൃവേദിയുടെ സെക്രട്ടറി കൊച്ചുറാണി മാത്യു കോലോത്തുംപടവിൽ. ഇത് ഞങ്ങളുടെ മാതൃവേദിയുടെ ഖജാൻജി സിന്ധു ജെയിംസ് മൂക്കിരിക്കാട്ട്. വചനം വചനം യേശുവിൻ വചനം ഹൃദയതന്ത്രിയിൽ സദാ സ്നേഹഗാനം മീട്ടിടുന്ന രാഗമാക്കണേ. എന്നും ഹല്ലേലൂയ സ്തുതി ഗീതമാക്കണേ. വചനമായ ദൈവമേ മനസ്സിലങ്ങു വാഴണേ. മഹിതമായ ചിന്തകളാൽ ദീപ്തമാക്കണേ. വചനമായ ദൈവമേ മനസ്സിലങ്ങു വാഴണേ. മഹിതമായ ചിന്തകളാൽ ദീപ്തമാക്കണേ. ഒരു ദിനം നിൻ സന്നിധേ വന്നിടാനുള്ളിലെ ആശകൾക്കു തീയിടാൻ എന്നിലെരിയണേ. ഒരു ദിനം നിൻ സന്നിധേ വന്നിടാനുള്ളിലെ ആശകൾക്കു തീയിടാൻ എന്നിലെരിയണേ. വചനമായ ദൈവമേ വചനം വചനം യേശുവിൻ വചനം ഹൃദയതന്ത്രിയിൽ സദാ സ്നേഹഗാനം മീട്ടിടുന്ന രാഗമാക്കണേ. വചനം വചനം യേശുവിൻ വചനം ഹൃദയതന്ത്രിയിൽ സദാ സ്നേഹഗാനം മീട്ടിടുന്ന രാഗമാക്കണേ. എന്നും ഹല്ലേലൂയ സ്തുതി ഗീതമാക്കണേ. അമലോത്ഭവ മാതാവിൻ്റെ നാമധേയത്തിലുള്ള വാലില്ലാപ്പുഴ സെൻറ്റ് മേരീസ് ചർച്ച് സ്റ്റേറ്റ് ഹൈവേയുടെ തീരത്തുള്ള ഒരു മനോഹരമായ ദേവാലയമാണ്. പുതിയ ദേവാലയത്തിൻ്റെ പണി 2005 ജൂൺ മാസത്തിലാണ് കഴിഞ്ഞത്. അഭിവന്യ ചിറ്റിലപ്പള്ളി പിതാവാണ് ഈ ചർച്ചിൻ്റെ കൂദാശാകർമ്മം നിർവഹിച്ചത്. അന്നു മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി ആദ്യ ഞായറാഴ്ച അമലോത്ഭവ മാതാവിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ
ഏറ്റവും ഭക്തിയാദരപൂർവം ആഘോഷപൂർവം കൊണ്ടാടാറുണ്ട്. ഇത് നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം ആയതിനാൽ എല്ലാവരുടെയും സഹകരണത്തോടും കൂടിയാണ് ഈ തിരുനാൾ ഇവിടെ ആഘോഷിച്ചു വരാറുള്ളത്. നാട്ടുകാരുടെ മൊത്തം ആഘോഷമായിട്ട് ഇതിവിടെ കൊണ്ടാടാറുണ്ട്. ഞങ്ങൾ 3 പേര് പള്ളിയുടെ ഭരണകാര്യങ്ങൾക്ക് വേണ്ടി 2015-16 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കൈക്കാരന്മാരാണ്. എൻ്റെ പേര് തങ്കച്ചൻ കിഴക്കയിൽ, ഇദ്ദേഹം ഷാജി വടക്കയിൽ, ഇദ്ദേഹം ജോജൻ ഇരിപ്പുഴിക്കൽ. ദേവാലയമല്ലോ നിന്റെ ശരീരമത് മകനേ മകളേ നീ
AKCC എന്ന സംഘടന താമരശ്ശേരി രൂപതയുടെ എല്ലാ ഇടവകയിലും ആരംഭിച്ചതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഇടവകയിലും ആരംഭിക്കുകയുണ്ടായി. കഴിഞ്ഞ 2 വർഷക്കാലത്തോളമായി ഞങ്ങൾ ആ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നു. അന്നിവിടെ വികാരി ഇൻചാർജായിരുന്ന സുബിനച്ചൻ്റെ നേതൃത്വത്തിലാണ് ആ സംഘടന ഇവിടെ ആരംഭിച്ചത്. ഇന്ന് 10-25ഓളം അംഗങ്ങൾ അതിൽ പ്രവർത്തിക്കുന്നു. അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതെ, പ്രാർത്ഥന കഴിഞ്ഞ് അപ്പനും മക്കളും കൂടി വരുമ്പോൾ വല്ലതും കഴിക്കണമെങ്കിലേ അടുക്കളയിൽ ഈ ബാക്കിയുള്ളവൻ കഷ്ടപ്പെടണം. ബാ, മുട്ടുകുത്ത്.